പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് ബഹുമാന്യനായ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറിനെ ക്ഷണിക്കുന്നു. അതിൻ്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീ M വിജയകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ എനിക്കേറെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് M ഹസൻ, വിജയകുമാർ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ആ പേരുകളെല്ലാം പറയാത്തത്. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ M ഹസനെ പറ്റിയും വിജയകുമാറിനെ പറ്റിയും ഏത് കാര്യവും പഠിച്ച് വിശദമായി പറയുന്നവരാണ്. പക്ഷെ അവരിൽ നിന്ന് 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് കാര്യം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഇതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു ക്രീം ഓഫ് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം മാത്രമല്ല, കേരളമാണ്. എനിക്ക് തന്നെ പൊതുവെ ഞാൻ നല്ലോണം ഒരു ദിവസം കൃത്യമായി കഴിഞ്ഞ് കുറേ കൊല്ലങ്ങളായി വിദ്യാർത്ഥി കാലം തൊട്ട് വായനയുള്ള ആളാണ്. അത്യാവശ്യം വായിക്കും. എന്തും അതുപോലെ എഴുത്തും അതുപോലെ കുറേ. അതുകൊണ്ട് അതിൻ്റെ ഈ നമ്പരൊക്കെ പറയും. നമ്പരൊന്നുമല്ല, അതിൻ്റെ ചില ബുക്കുകൾ നല്ലതുണ്ടാവാം, ചിലത് തട്ടിക്കൂട്ടിയതാവാം. ഏതായാലും ഒരു കാര്യം നമ്മൾ വേണ്ടത് പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ഏത് മേഖലയിലായാലും ഉണ്ടാവണം. അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. ഈ 12 കൊല്ലമായിട്ട് നമ്മൾ ഇപ്പം INA ഹീറോ വക്കം ഖാദറിനെ പറ്റി പറയുന്നു. അതിന് എത്രയോ മുമ്പ് നാം അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തോട് സംസാരിക്കാനിടയായത്. വാസ്തവത്തിൽ ഈ അടുത്ത കാലത്തൊരു പുസ്തകം ഞാൻ വായിച്ചു. അതിൽ പറയുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ ഇന്ത്യക്കാരുടെ എത്ര പേരുണ്ടായിരുന്നു. അതിനാ ഗ്രന്ഥകർത്താവ് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 3 മുതൽ 4% വരെയാണ് ഡയറക്റ്റായി അതിൽ പങ്കെടുത്തവർ. ബാക്കിയുള്ളവർ അനുകൂലിച്ചിട്ടുണ്ടാവാം. അവരുടെ എല്ലാ ആഗ്രഹം സ്വാതന്ത്ര്യം കിട്ടുമെന്ന് തന്നെയായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി ജീവൻ നഷ്ടമാകട്ടെ, സ്വത്ത് നഷ്ടമാകട്ടെ, ഭാവി നഷ്ടപ്പെടട്ടെ, ഞാനിത് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് പോരാടിയ ആളുകളുടെ എണ്ണം ഏത് സമരത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി ആർണോൾഡ് ടോയിൻബി എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം തുടങ്ങി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ എല്ലാം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അതിന് പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത പേരാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി. ഒരു സമൂഹത്തിലെ ക്രിയേറ്റീവായ സർഗാത്മകമായ ആളുകളാണ് അത്. ചിലപ്പം അദ്ദേഹം പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം അതിനോടൊപ്പം പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന ഘടകമായി നിൽക്കുന്ന ഒരു പഠനവുമില്ലായിരിക്കും. അപ്പോൾ 4% 3.5% ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗത്തിൻ്റെ ബലിപീഠത്തിലേക്ക് എടുത്തിയാടിയപ്പോൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയെപ്പോലുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്തപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, തീർച്ചയായും വക്കം ഖാദർ അദ്ദേഹത്തിൻ്റെ പറ്റി ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയും ഉജ്ജ്വലമായി എന്തും വരട്ടെ എന്ന് കരുതി ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരാശയത്തിന് വേണ്ടി, അത് നാടിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ അത്യപൂർവമായിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ രക്ഷപ്പെടാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ അതിന് രക്ഷപ്പെടാനായി എഴുതി കൊടുക്കേണ്ട മാപ്പപേക്ഷ ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തെ നേരിടുമെന്ന് പറയുമ്പോൾ അതിനെയാണ് വിസ്മയമായി നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് M ഹസൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, ആ രംഗത്ത് നടത്തിയ അതെങ്ങനെ ഇത്രയും കാലം എന്തുകൊണ്ട് അജ്ഞാതമായി പോയി എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ രീതിയിൽ എന്നോട്
മറുപടി പറയുകയുണ്ടായി. ഏതായാലും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശങ്ങളെ മുഴുവൻ ഒപ്പിയെടുത്ത് അത്തരം ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തുകയല്ല. എന്തിനു നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനാകുന്നു? എന്തിനു നിങ്ങൾ പൊതുപ്രവർത്തനാകുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം തേടേണ്ടി വരുമ്പോൾ അങ്ങോട്ട് കൊടുത്തവരുടെ രാഷ്ട്രീയം, ത്യാഗത്തിൻ്റെ രാഷ്ട്രീയം, അവരുടെ ആ ത്യാഗത്തിലൂടെയാണ് നമ്മളെല്ലാം ഉരുവപ്പെടുത്തുന്നത്, നമ്മളെല്ലാം സൃഷ്ടിച്ച് ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന കരുതുന്ന ആളാണ് ഞാൻ. അവിടെ ഞാൻ ഒരു പാർട്ടിയല്ല, ഏത് പാർട്ടിയിലും ഇപ്പോഴ് എന്തിങ്ങോട്ട് കിട്ടുമെന്ന് നോക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറുന്നുവോ, അങ്ങനെ വന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ബഹുമതി, മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് 77 ശേഷം ലോകം നമുക്ക് ചാർത്തി തന്ന മറ്റൊരു അംഗീകാരം കൂടിയുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ളത് ചരിത്രം ഗ്രീസാണ്, ഏതൻസാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തുടക്കം കുറിച്ചെന്ന് പറയാറുണ്ട്. ഇപ്പം ഇന്ത്യയെ കൂടി ആ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നു എന്ന് ഉള്ള നിലയിലേക്ക് ചിന്തിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം നമ്മുടെ ഇന്ത്യ, ഭാരതം എന്നുള്ളതാണ്. അവിടെയുള്ള ആ മഹായജ്ഞത്തിൽ, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ട സമരത്തിൽ സ്വന്തം ജീവനെ ബലിയർപ്പിച്ച മഹാനായ ഹിറോ വക്കം ഖാദറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കാരമാവുകയാണ്. നജീബ് എത്ര കൊല്ലമായി എനിക്കല്ല, 10 കൊല്ലമായി എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. ഞാൻ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ 2003 എൻ്റെ രാഷ്ട്രീയം തുടക്കം മുതൽ ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഞാൻ അഡീഷണൽ സോളിസിറ്ററായിട്ട് അന്നത്തെ ഒരു പദവി, വലിയൊരു പൈസ ഒക്കെ കിട്ടുന്ന പദവിയാണ്. അത് രാജിവെച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത് ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിട്ടാണ്. അന്ന് മുതൽ അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിൽ എന്നും എനിക്ക് നല്ല മതിപ്പാണുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഡോക്ടർ സഹദുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാനാണ് സാധിച്ചത്. അപ്പോൾ അറിവ് വർദ്ധിക്കുകയാണ്. കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ മേഖല, ഇന്നിപ്പോൾ തന്നെ നമ്മൾ എടുത്താൽ വൈൽഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ആ മേഖലയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, ഒരു വ്യതിരിക്തതയുള്ള രാജ്യം നമ്മുടേതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉൾക്കൊള്ളുന്ന സ്വാതന്ത്ര്യസമര കാലഘട്ടത്തെ അഭിപ്ത ഭാരതം, അതിൽ ഗാന്ധിജിയുടെ ഉൾപ്പെടെയുള്ള പ്രകൃതിയോടുള്ള സമീപനം സ്വീകരിച്ചാൽ ഒരു വ്യതിരിക്തത നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യതിരിക്തത എന്തെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഹ്യൂമൻ സെൻട്രിക്കായിട്ടാണ് മറ്റ് പാശ്ചാത്യ ചിന്തകളെല്ലാം വന്നത്. പ്രകൃതി ഹ്യൂമൻ സെൻട്രിക്കാണ്, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനെല്ലാം ഉപയോഗപ്പെടുത്താം. അതിൽ സയൻസ് പറഞ്ഞിരുന്ന വാക്ക് എക്സ്പ്ലോയിറ്റ് ദ നേച്ചർ എന്നാണ്. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുക. ആ ചൂഷണം എന്ന സങ്കല്പം ഗാന്ധിജിയുടെ അതിനോട് ബന്ധപ്പെട്ട ബുക്കുകൾ വായിച്ചു നോക്കിക്കോളൂ. മന്വന്തരങ്ങളോട് കടന്നു വന്ന നമ്മുടെ മഹാസംസ്കാരം പരിശോധിച്ചോളൂ. അതിലൊന്നും നമ്മുടേതെന്നും കോസ്മിക് സെൻട്രിക് ആയിരുന്നു. നമ്മൾ അത് മനുഷ്യരിൽ മാത്രം ഒതുക്കി നിർത്തിയില്ല, സകല ചരാചരങ്ങൾക്കും നീതി കൊടുക്കുന്ന, എന്തിനോട് നീതി കൊടുക്കുന്ന, ഒന്നിനോടും വിവേചനമില്ലാത്ത ഒന്നിനെയാണ് നമ്മുടെ ഭരണഘടന പോലും വിഭാവന ചെയ്തിട്ടുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ പോകുമ്പോൾ ഇന്ന് ആ ദിനം നമ്മൾ ആചരിക്കുകയാണ്. ഇവിടെ വൈദ്യശാസ്ത്ര മേഖലയെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരു പ്രചോദനം കിട്ടി. അദ്ദേഹം എന്നെ ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് വിളിച്ചു. പിന്നെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ നാട്ടുകാരാണ് അദ്ദേഹം, ചെങ്ങന്നൂർക്കാരനാണ് ഒറിജിനലി നമ്മൾ അന്നേരം അറിയുന്നത്. പക്ഷെ ഡോക്ടർ KM ചെറിയാനെ പോലൊരു പ്രതിഭയെ നിങ്ങൾക്ക് ഹാർട്ട് ചികിത്സാ രംഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എപ്പോഴും അദ്ദേഹം ആരോടും ഉടക്കുമെന്ന് പറയുന്നത് നല്ല പദമല്ല, ആരോടും തുറന്നടിച്ച് പറയും. അദ്ദേഹത്തിൻ്റെ സഭ തന്നെ അതിൻ്റെ പരിശുദ്ധ കാതലിക്ക ബാബ തിരുമേനിയായിട്ട് ഞാൻ സംസാരിക്കാനിടയായിട്ടുണ്ട്. പരുമലയിൽ അതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു ഇത്തരത്തിലുള്ള ആളുകൾ അവർ ഒന്നിൻ്റെ ചട്ടക്കൂട്ടി നിൽക്കാൻ തയ്യാറാവില്ല.
ചട്ടക്കൂടിനെ ലംഘിക്കാതെ ചട്ടക്കൂടിന് അപ്പുറത്തേക്കൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നല്ലതാണ്. പക്ഷെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാതെ അതിനെ വെല്ലുവിളിക്കുമ്പം സിസ്റ്റം അങ്ങനെ മുന്നോട്ട് പോകും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അങ്ങനെയൊന്നും അല്ല. എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഗവർണറായിരിക്കുമ്പോൾ അവിടുന്ന് വിളിക്കുന്നതാകുമ്പോൾ കുറച്ചൊരു റെസ്പെക്ട് തരുമല്ലോ, അല്ലാതെ എന്നെ കണ്ടാൽ റെസ്പെക്ട് തരുന്നതല്ല. അപ്പം ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഓസ്ട്രേലിയ മെൽബോണിലെ സർജറി കോളേജിൽ പ്രൊഡക്റ്റാണ്. ലോകത്തിലെ രണ്ടാമത്തെ, ലണ്ടനിലെയും 2 സർജിക്കൽ കോളേജുകളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീധരൻപിള്ളേ, എൻ്റെ നാട്ടുകാരനായതോട് പറയുകയാണ്, അവിടെ ഞാൻ വലിയൊരു തുക ചെലവഴിച്ച് അവിടെ ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഭാരതീയമായിട്ടുള്ള സർജറിയുടെ 123 ഐറ്റം അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. താങ്കൾ അതൊന്ന് പോയി കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ നെറ്റിലൂടെ അത് നോക്കി. മെൽബോണിലെ ആ കോളേജിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ അദ്ദേഹം സുശ്രുതൻ്റെ അതിൻ്റെ ഹെഡിങ് ഫാദർ ഓഫ് സർജറി എന്നാണ്. 123 ഐറ്റം അവിടെ നടത്തിയിട്ടുള്ള സർജറികളുടെ വിവരങ്ങളെല്ലാമാണ്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ നാടിനെ കുറിച്ച് ഇങ്ങനെ, അപ്പോൾ അത് ഞാൻ തന്നെ തേടി പിടിച്ച് ഇപ്പോഴേ ഉപരാഷ്ട്രപതി എന്നെ പറ്റി ആരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് ഉപരാഷ്ട്രപതി വന്നവിടെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതവിടെ സ്ഥാപിച്ചതാണ്. അത് ഉദ്ഘാടകനാകുമ്പോൾ ഇദ്ദേഹത്തെ എന്തായാലും ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ ചെന്നൈയിലേക്ക് പോയി, സദസ്സുകാർ ചടങ്ങിൽ പോയി. അത് അവിടെയും എനിക്കറിയില്ല, ആരോടും അങ്ങനെ രാഷ്ട്രീയക്കാരോടോ ഒന്നുമൊക്കെ എല്ലാവരോടും സംസാരിക്കുന്നില്ലാണ്ട് അദ്ദേഹത്തിനെ പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. ഒരു സ്റ്റേറ്റ് ഓണർ പോലും അവിടെ കൊടുക്കുണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കേരളവും വേണ്ടത്ര വിജയമാല, നമ്മളും വേണ്ടത്ര അതിൽ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി ഇങ്ങനെ പോകുന്ന ത്യാഗത്തിൻ്റെ പ്രതീകങ്ങളായ ആളുകൾ പരിക്കൻ സ്വഭാവക്കാരായിരിക്കാം, പക്ഷെ അവരൊക്കെ തേടിപ്പിടിച്ച് ആദരിക്കാൻ കേരളീയ സമൂഹത്തിന് ബാധ്യതയുണ്ട്. ഇവിടെ വാസ്തവത്തിൽ ഡോക്ടർ സഹദുള്ളയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് വാസ്തവത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായ ഒരു മേഖലയായി മാറുന്നത് വൈദ്യശാസ്ത്രമാണ്. നമ്മുടെ പഴയ രാഷ്ട്രപതി അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്നിട്ട് എനിക്കൊരു പുസ്തകം അദ്ദേഹം എഴുതിയൊരു പുസ്തകവും തന്നു. അത് അമേരിക്കയിൽ പോയപ്പോൾ നടത്തിയ ഒരു പഠനമാണ്. അതിൽ പറയുന്നു, അവിടെയുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം 5 പേര്, നാലാമത്തെ ആളോ 5-ാമത്തെ ആളോ ഡോക്ടർമാരെ ഒരു ലൈൻ നിർത്തി നോക്കിയാൽ അതിൽ 4-ാമത്തെയോ 5-ാമത്തെ ആൾ ഇന്ത്യൻ വംശജരാണ്. ഇതൊരു വലിയ നേട്ടമല്ല ഈ നാടിന്. ഇപ്പൊ തന്നെ അമേരിക്ക എല്ലാ തലത്തിലും നമുക്കറിയാമല്ലോ, എല്ലാ തരത്തിലുള്ള കർശനമായ വ്യവസ്ഥകളും ലോകത്തിന് ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മരുന്നുൽപാദനങ്ങൾക്ക് മാത്രം അതിന് എക്സെപ്ഷൻ കിട്ടി. അപ്പം നാളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ ലോകത്തെമ്പാടും വിപണിയിലേക്ക് എത്താൻ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നും അല്ല, എന്തായാലും സാഹചര്യം എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ മേഖല ഓരോന്ന് വളരുകയാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ ലോകത്തിൻ്റെ മുക്കിനും മൂലയിലും, ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെഡിക്കൽ മേഖലയിലെ ജീവനക്കാരിയായിട്ടുള്ള നേഴ്സായാലും അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയാലും ഡോക്ടറായാലും എവിടെയും ഉണ്ട് എന്നുള്ള വസ്തുത. അപ്പോൾ അത് അഭിമാന പുരസ്സരം കേരളം ഉൾക്കൊള്ളേണ്ടതെന്നാണ്. അത്തരത്തിലുള്ള അംഗീകാരം തേടി ഉള്ള ഒരാളിനെ സംബന്ധിച്ച് എനിക്കറിയാൻ കഴിയാതെ പോയി. ഞാൻ വാസ്തവത്തിൽ അജീവിൻ്റെ അടുത്ത സുഹൃത്തും എനിക്കറിയാവുന്ന ആളാണെങ്കിലും കിംസും എനിക്കറിയാം. ഞാൻ അവിടെ എത്ര തവണ പോയിട്ടുണ്ട്, അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൂടുതൽ കേരളത്തിലേക്ക് വരിക. കേരളത്തിൽ അങ്ങയുടെ സേവനം കൂടുതൽ കേരളത്തിൽ ആവശ്യമുണ്ട്. അത് ഗോവയിലെ അല്ല ഗോവയിലേക്ക് ഞാൻ ക്ഷണിച്ചാലോ? ഗോവ വാസ്തവത്തിൽ പീപ്പിൾ ആർ ഗുഡ് അറ്റ് ഹാർട്ട്. ഈ മലയാളികളെക്കാളും മെച്ചമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, അത് ഞാൻ വാർത്തയാണ്, എനിക്ക് ഇവിടെ വരേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്ന ആൾക്കാർ സർവശക്തനായ ദൈവമാണ് സുപ്രീം.
അതുകൊണ്ട് അങ്ങനെയുള്ള മതത്തോട് ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പക്ഷെ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന രോഗി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ഡോക്ടറെ അതിൽ നിന്നും ആ ഹൃദയത്തിൽ നിന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നവർക്കാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇടിയത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു, ഡോക്ടർ ഇടിക്കുന്നതിനെ പറ്റി ഞാൻ സുമീറ പറയുണ്ടായി. അതൊന്നും ഇല്ല സാർ, അതൊക്കെ ഒരു അപൂർവമായി പറയുന്നതാണ്. കേരളം വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും നന്നായിട്ട് നല്ല റിലേഷൻഷിപ്പ്. പക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള പെർസെൻറ്റേജ് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ കേരളത്തിലാണ്. അതിൻ്റേതായ ചില അനിഷ്ട സംഭവം ഉണ്ടാകും. പക്ഷെ എല്ലാവരും, എല്ലാ പാർട്ടികളും സഹകരിച്ച്, ഗവൺമെൻറ് സഹകരിച്ച രംഗം മുന്നോട്ട് പോവുകയാണ്. അപ്പം ഗോവയെ പോലെ ഒരു ഗോവ നല്ല സ്റ്റേറ്റാണ്. അവിടേക്ക് വന്നാൽ ആലോചിച്ചു. ഞാൻ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा। विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे। गाहे तव जय गाथा, जन गण मंगल दायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।